നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത് കുറേ സംഗതികളുടെ ഒരു മിക്സ്ചറാണ്. നമ്മുടെ ഡോക്ടേഴ്സൊക്കെ അത് സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. അവർ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഉപകരണം വെച്ചിട്ടാണ് അത് ചെയ്യാറുള്ളത്. നമ്മളിന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ സെൻട്രിഫ്യൂജ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈയിൻ്റെ പവർ വെച്ചിട്ട് ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ 3D പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ബ്ലഡ് വേണം. നമുക്ക് ബ്ലഡ് എടുക്കാൻ ഒരു പരീക്ഷണ വസ്തു കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ ബ്ലഡാണ് നമ്മൾ എടുക്കുന്നത്. ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് എനിക്ക് ബ്ലഡ് എടുത്ത് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. പക്ഷേ നമുക്കധികം പണിപെടാതെ തന്നെ ബ്ലഡ് എടുക്കാൻ കഴിഞ്ഞിരുന്നു. എടുത്ത ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ നമ്മൾ ആദ്യം തന്നെ ഇതൊരു EDTA ട്യൂബിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം നമ്മുടെ സാമ്പിൾ സെൻട്രിഫ്യൂജ് ട്യൂബിലേക്ക് മാറ്റി. നമ്മളൊക്കെ കുട്ടിക്കാലത്തൊരു സോഡാമുടിയിൽ 2 നൂല് കെട്ടി കറക്കി കളിച്ചിരുന്നില്ലേ? അതേ മെക്കാനിസം തന്നെയാണ് നമ്മൾ ഇന്ന് സെൻട്രിഫ്യൂജ് ചെയ്യാനായി എടുത്തിരിക്കുന്നത്. ഈ ഡിവൈസ് നമ്മൾ 3D പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ ഡിസൈൻ ആവശ്യമുള്ളവർക്ക് എന്റെ ബയോയിൽ കൊടുക്കുന്നുണ്ട്. ഇതൊരിക്കലും എന്റെ കണ്ടുപിടുത്തമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. 2008 മനു പ്രകാശ് എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളതും. ഈ ഒരു ഡിവൈസിന് മിനിറ്റിൽ 1,20,000 പ്രാവശ്യം കറങ്ങാനുള്ള കഴിവുണ്ട്. നമ്മുടെ സാധാരണ സെൻട്രിഫ്യൂജുകൾ 3000 മുതൽ 6000 പ്രാവശ്യം വരെയാണ് മിനിറ്റിൽ കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 2 മിനിറ്റ് സമയം കൊണ്ട് നമുക്കിതുകൊണ്ട് ബ്ലഡ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ വന്നതിനാൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ നമ്മൾ വീട്ടിൽ വന്ന ശേഷം ഇതേ പ്രോസസ്സ് വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ നമുക്ക് ബ്ലഡ് സെപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇതിൽ നമ്മൾ മുകളിൽ കാണുന്ന മഞ്ഞ ലിക്വിഡാണ് പ്ലാസ്മ. താഴെ ചുവന്ന നിറത്തിൽ കാണുന്നത് ചുവന്ന രക്താണുക്കളും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഒരു വെള്ളപ്പാട പോലെ കാണുന്നതാണ് വെളുത്ത രക്താണുക്കൾ.